ഹലോ, വെൽക്കം ടു അവർ ചാനൽ. യെസ്. അപ്പൊ ഇന്ന് എന്താ പരിപാടി നമ്മുടെ? അപ്പൊ ഇന്ന് യുഎസിലെ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. അപ്പൊ ആദ്യം എന്താണ് താങ്ക്സ് ഗിവിംഗ് ഡേനെ കുറിച്ച് പറയൂ. ഞാനാണ് പറയുന്നത്. യു എസിൽ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ യു എസിൽ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് പുറത്ത് യൂറോപ്പിൽ നിന്ന് കുറെ പിൽഗ്രിംസ് യു എസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരെ വന്ന് അപ്പം അവർക്ക് ഇവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് അവരെ ഹെൽപ്പ് ചെയ്തു. അപ്പം അവർക്ക് ഇവിടെ എങ്ങനെ കൃഷി ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവർക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞപ്പം അവിടുത്തെ ആ വന്ന പിൽഗ്രിംസ് ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് എല്ലാവരും കൂടെ ഒരു ഫീസ്റ്റ് അറേഞ്ച് ചെയ്ത് അവർ സെലിബ്രേറ്റ് ചെയ്തു. അതാണ് താങ്ക്സ് ഗിവിംഗ് ഡേ. അപ്പോൾ അതിപ്പം നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇപ്പം താങ്ക്സ് ഗിവിംഗ് ഡേ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. യു എസിലെ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് നവംബർ ലാസ്റ്റ് വീക്കാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഗിവിംഗിന് ഇപ്പോൾ മെയിനായിട്ട് എന്ന് പറയുന്നത് ഫാമിലി ഗ്യാതറിങ്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഗ്യാദർ ചെയ്യുക. അതുപോലെ ഫുഡാണല്ലോ മെയിൻ സാധനം. അപ്പോൾ യു എസിൽ അത് ടർക്കിയാണ് മെയിൻ സാധനം. പല കൺട്രീസിൽ പലതാണെന്ന് തോന്നുന്നു. യൂറോപ്പിലൊക്കെ ഞാൻ ചിക്കനാണെന്നാണ് കണ്ടത്. അപ്പോൾ പക്ഷേ ഇവിടെ ടർക്കിയാണ്. ടർക്കി, അതുപോലെ പംകിൻ പൈ, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, ക്രാൻബെറീസ്, അങ്ങനെ കുറേയൊക്കെയാണ് ഈ താങ്ക്സ് ഗിവിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് അവർ, അതായത് ഈ അമേരിക്കൻസ് കൂടുതലായിട്ട് വാങ്ങുക. പക്ഷെ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ടും നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ഗ്യാതറിംഗ് ആണ്. അപ്പോൾ നമ്മളെന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കപ്പയും. അതെ, കപ്പയും മീൻകറിയില്ല, ചിക്കൻ, കപ്പ, ചിക്കൻ, പനീർ കറി, പിന്നെ എന്തൊക്കെയായിരുന്നു അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഗ്യാതറിംഗ് ഉണ്ട്. നമ്മളും ഫ്രണ്ട്സ് രണ്ട് ഫാമിലി വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വർഷം നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെന്താണ്, പിന്നെ ഇനി അടുത്ത എന്ന് പറയുന്നത് കടകളിലൊക്കെ ഇങ്ങനെ താങ്ക്സ് ഗിവിംഗ് പ്രമാണിച്ച് ടർക്കിൻ്റെ ആയാലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ വാൾമാർട്ടിൽ പോയപ്പോൾ ഇവിടെ ഫ്രോസൺ യങ് ടർക്കിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊരു നവംബർ ഫസ്റ്റ് വീക്ക് തൊട്ട് തന്നെ പല ബ്രാൻഡിൻ്റെ ആയിട്ട് ഓരോ കടകളിലായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് കുറച്ച് എന്താ പറയുക, ചിക്കനൊക്കെ അപേക്ഷിച്ച് ഭയങ്കര കോസ്റ്റ്ലി ആണ് ഈ ഒരു ടർക്കി. ഭയങ്കര സൈസും ആണ്, ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലൊന്നും കിട്ടത്തില്ല, കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിലാണ് കിട്ടുക. അതുപോലെ തന്നെ അതിന് ഇവിടെ ഗിഫ്റ്റ് കാർഡ് ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് കാർഡ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഗിഫ്റ്റ് കാർഡ് ഓഫർ ചെയ്യാം. പിന്നെന്താ പറയുക, പിന്നെ അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു LBക്ക് $1.48 ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ ഇത് സ്മോക്ഡ് ഹാം ആണ്. അതും ഇതുപോലത്തെ ഫെസ്റ്റിവൽ സീസണിൽ നല്ലപോലെ പോകുന്നൊരു സാധനമാണ്. പിന്നെ ഈ പറയണ പോലെ താങ്ക്സ് ഗിവിംഗ് തീമിലുള്ള പല സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്കുള്ള തീമിലുള്ള ആക്ടിവിറ്റി ഷീറ്റ്സ് മുതൽ പിന്നെ എന്താ പറയുക സ്പൂൺ പ്ലേറ്റ്സ്, പിന്നെ പംകിൻ പൈ ഇടാനുള്ള ആ ഷേപ്പിലുള്ള പ്ലേറ്റ്സ്, ഗ്ലാസസ്, ടേബിൾ കവർ ആണെങ്കിലും പിന്നെ എന്താണ് എല്ലാം ഒരു പംകിൻ അല്ലെങ്കിൽ ഒരു ഫോൾ സീസണിൻ്റെ തീമിലാണ് എല്ലാം ഉള്ളത്. അപ്പം അതന്നെ ഒരു രസമാണ് കാണാനായിട്ടും. പിന്നെ എന്താണ് പറയുക, ഈ പറയുന്ന പോലെ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെപ്പോഴും നമുക്കുള്ള സാധനങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, താങ്ക്ഫുൾ ആയിരിക്കുക. അതാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നത് തന്നെ ഒരു താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുമ്പോൾ തന്നെ. പിന്നെ എന്താണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു താങ്ക്സ് ഗിവിങ്ങിൻ്റെ തലേ ദിവസം കടയിൽ പോയപ്പോൾ കണ്ട ഒരു ഇതാണ് കേട്ടോ. നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നു. കാരണം നെക്സ്റ്റ് ഡേ ആണല്ലോ ഗ്യാതറിങ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ ഫ്ലവേഴ്സ് വാങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മുന്നേ കണ്ട സാധനങ്ങളെല്ലാം, അതായത് ടർക്കിയൊക്കെ ആണെങ്കിലും ഒരു ദിവസം കഴിഞ്ഞതും അത് ക്ലിയറൻസിന് അവർ വെച്ചു. അപ്പോൾ വിലയൊക്കെ നല്ലോണം കുറഞ്ഞു. ലാസ്റ്റ് ഡേ ആണ് ആക്ച്വലി ഇത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഗിവിംഗ്, ഹാപ്പി താങ്ക്സ് ഗിവിംഗ് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് വേണ്ടി ഒരുക്കിയ സാധനങ്ങൾ. ചിക്കൻ സൂപ്പ്, റൈസ്, പനീർ കറി, കപ്പ, പാവ് ഭാജി, ചിക്കൻ 65, പൊറോട്ട, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.